മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും അഭിമുഖീകരിച്ച അത്ര പ്രതിസന്ധി ഒന്നും നമുക്ക് ഏതായാലും ഉണ്ടാവില്ല. അത്ര പ്രതിസന്ധിയെ തരണം ചെയ്യേണ്ടിയും വരൂല. മുസ്തഫായ നബി തങ്ങളെ കുറിച്ച് പറയേണ്ട മാസമാണ് റബീഉൽ അവ്വൽ പറഞ്ഞത്. റബീഉൽ അവ്വൽ മാത്രം പറയാനുള്ളതല്ല അത്. റബീഉൽ അവ്വൽ എന്തായാലും പറയണം. അങ്ങനെയാണ്. റബീഉൽ ആഖിറിലും പറയണം, ജമാദുൽ ഊലയിലും പറയണം, ജമാദുൽ ഉഖ്റയിലും പറയണം, റജബിലും പറയണം, ഷാബാനിലും പറയണം. മഹത്തുക്കൾ 2 മാസങ്ങളാണ് ഏറ്റവും കൂടുതൽ പറയാൻ ഉപയോഗിക്കല്. ഒന്ന് റബീഉൽ അവ്വലും ഒന്ന് ഷാബാനിലുമാണ്. ഷാബാൻ നബിതങ്ങളുമായി വളരെ ആത്മീയ ബന്ധമുള്ള മാസമാണെന്നാണ്. ഷാബാനു ഷഹരി എന്ന് നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഷാബാൻ എൻ്റെ മാസമാകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് ചെയ്യുന്ന ഒരുപാട് സൂറത്തുകൾ ഷാബാനിലാണ് ഇറങ്ങിയത്. അലം നശ്റഹ് സൂറത്ത് ഷാബാനിലാണ് ഇറങ്ങിയിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് സൂഫിയാക്കളായ ആളുകളൊക്കെ 2 മാസമാണ് മദ്ഹ് നബിക്ക് പ്രധാനമായി ഉപയോഗിക്കുക. ഒന്ന് ഷാബാൻ മാസവും മറ്റൊന്ന് റബീഉൽ അവ്വൽ മാസവും. മുൻകഴിഞ്ഞ ഉമ്മത്തും നമ്മളെ ഉമ്മത്തും മുഹമ്മദ് നബിയുടെ ഉമ്മത്തും തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട്. ഒരുപാട് കാലം ജീവിച്ചിട്ടുണ്ട് മുൻകഴിഞ്ഞ അമ്പിയാക്കളും അവരുടെ ഉമ്മത്തും. പക്ഷേ അവർ ഒരു രാജ്യവും കീഴടക്കിയിട്ടില്ല. അവർ ഒരു മാറ്റവും ഒരു വിപ്ലവവും ലോകത്ത് സൃഷ്ടിച്ചിട്ടില്ല. 60 ലക്ഷം ആളുകൾ ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹിസ്സലാം ചെങ്കടൽ കടന്നു വരുമ്പോൾ ഒപ്പുണ്ട്. എന്നിട്ട് മൂസ നബി അലൈഹിസ്സലാം ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന രാഷ്ട്രം കൊണ്ടൊരു രാഷ്ട്രം ഉണ്ടാവില്ല. എന്തേ കാരണം? നമുക്ക് യുദ്ധം ചെയ്യല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഓല് പറഞ്ഞു, എന്ത് യുദ്ധം ചെയ്തു ഞങ്ങളിവിടെ ഇരിക്കാറുണ്ട്. ഇന്നാ ഹാഉനാ ഖായിദൂൻ, പോയിട്ട് വരികയായിരുന്നു, ഞങ്ങളിവിടെ ഇരുന്നോളാറുണ്ട്. എന്നാൽ മുഹമ്മദ് നബിയുടെ ഉമ്മത്തിനോട് ചോദിച്ചു ബദറിൻ്റെ സമയത്ത്, നമ്മളെന്താ വേണ്ടു ചോദിച്ചു, നബിയെ നിങ്ങൾ കടലിൽ ചാടാൻ വേണ്ടി ഒട്ടകവുമായാണ് പുറപ്പെട്ടാൽ നിങ്ങൾ ഒട്ടകം ചാടുന്നതിന് മുമ്പ് ഞങ്ങൾ ഒട്ടകം ചാടിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞു സഹാബത്ത്. നബിയോടുള്ള ബന്ധാണ് ഈ ഉമ്മത്തിനുണ്ടായ ഏറ്റവും വലിയ നേട്ടം. ആശിഖ്യങ്ങൾ ഈ ഉമ്മത്തിൽ മാത്രമാണുള്ളത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിന്റെ മാത്രം പ്രത്യേകതയാണ് ആശിഖ്യങ്ങളുള്ള ഉമ്മത്താകുന്നു ഇത് എന്നത്. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഖൽബിന്റെ ബന്ധമുണ്ടെങ്കിൽ വിജയിക്കാൻ പറ്റും. ദുനിയാവിലും വിജയിക്കാം, ആഖിറത്തിലും വിജയിക്കാം. യഥാർത്ഥ വിജയം എന്ന് പറയുന്നത് ആഖിറമാകുന്നു. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, അത് മുത്തഖീങ്ങൾക്കുള്ളതാണെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുകയും ചെയ്തിരിക്കുന്നു. നബി തങ്ങളോട് ഖൽബിന്റെ ബന്ധമുള്ള എല്ലാവരും വിജയിച്ചിട്ടുണ്ട്. ഒരിക്കലൊരു സഹാബി വരെ നബി തങ്ങളുടെ അടുക്കൽ വന്നു. എന്നിട്ട് ചോദിച്ചു, പൊന്നാര നബിയെ, നാളെ മഹ്ശറയിൽ വെച്ച് എനിക്ക് നിങ്ങളെ കാണണമെന്ന് ആഗ്രഹം തോന്നുമ്പോൾ ഞാൻ എവിടെയാണ് തിരഞ്ഞു നോക്കേണ്ടത് എന്ന് ചോദിച്ചു. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സഹാബാ, നന്മതിന്മകൾ എഴുതിയ ഏടുകൾ വിതരണം ചെയ്യുന്ന സ്ഥലത്ത് വെച്ച് നിങ്ങൾക്ക് എന്നെ കാണാമെന്ന് പറഞ്ഞു. അപ്പൊ ആ സഹാബി ചോദിച്ചു, അവിടുന്ന് കണ്ടില്ലെങ്കിൽ പിന്നെ എവിടെ തെരഞ്ഞു നോക്കുക എന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, അത് തൂക്കുന്ന മീസാനിന്റെ അടുക്കൽ നിങ്ങൾക്ക് എന്നെ കാണാം. അവിടുന്ന് കണ്ടില്ലെങ്കിൽ എവിടെ കാണാന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, ഹൗദുൽ കൗസർ മുക്കിക്കൊടുക്കുന്ന സ്ഥലത്ത് വെച്ച് നിങ്ങൾക്ക് എന്നെ കാണാം. മൂപ്പര് വിട്ടില്ല. മൂപ്പര് ചോദിച്ചു, അവിടുന്ന് കണ്ടില്ലെങ്കിൽ പിന്നെ എവിടുന്ന കാണുക ചോദിച്ചു. അതിൽ പറഞ്ഞു, സഹാബത്തെ, സിറാത്ത് പാലം കടക്കണ അവിടുന്ന് നിങ്ങൾ എന്നെ കാണാതെ പോകൂലട്ടോ പറഞ്ഞു ഹബീബുനാ റസൂലുള്ളാഹി. സിറാത്ത് എന്ന് പറഞ്ഞത് പാലം നർത്തം വെക്കണോ വേണ്ടതെന്നുള്ള വേറെ വിഷയമാണ്. സിറാത്ത് എന്ന് പറഞ്ഞത് ഏറ്റവും ചുരുക്കി കൂട്ടിയാൽ 50,000 കൊല്ലം ഉണ്ടാവും. കാരണം നരകത്തിൽ ചാടിയ ഒരാളുടെ ഏറ്റവും ചെറിയ ശിക്ഷ 50,000 കൊല്ലാണെന്ന് വന്നിട്ടുണ്ട്. നരകത്തിൽ ചാടിയ അവസാനത്തെ ഉമ്മത്തിയും കയറിയിട്ടാണ് നബിതങ്ങൾ പോണത്. അപ്പൊ ചുരുക്കി കൂട്ടിയാൽ 50,000 കൊല്ലം ഉണ്ടാവും. അരമണിക്കൂർ ഒരാളെ കാത്തിക്കാൻ നമ്മളെ കൊണ്ട് പറ്റൂല. അരമണിക്കൂർ കാത്തിക്കാൻ പറ്റൂല. അങ്ങനത്തെ നമ്മളെ കാത്തിട്ട് മുഹമ്മദ് നബി 50,000 കൊല്ലം പാലത്തിന്റെ അടുത്ത് നിൽക്കും. ഓരോ മനുഷ്യനും കടന്നു പോകുമ്പോ അല്ലാഹുമ്മ സല്ലിം സല്ലിം, പടച്ചോനെ ഓനെ കഴിച്ചിലാക്ക് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അവിടെ വെച്ചുകൊണ്ട് നിങ്ങൾ എന്നെ കാണാതിരിക്കില്ല സഹാബാ. അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സിറാത്തിന്റെ അടുത്ത് വാപ്പ തിരിഞ്ഞു നോക്കൂല, ഉമ്മ തിരിഞ്ഞു നോക്കൂല. വാപ്പ മക്കളെ അന്വേഷിക്കുന്നത് പാലം കടന്നതിന്റെ ശേഷമാണ്. മക്കൾ മാതാപിതാക്കളെ അന്വേഷിക്കുന്നത് പാലം കടന്നതിന്റെ ശേഷമാണ്. പാലം കടക്കുന്നതിന് മുമ്പ് തിരിഞ്ഞു നിൽക്കുന്ന ഏക മനുഷ്യൻ മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് വിജയം എന്ന് പറയുന്നത്. അതിനേറ്റ് എത്രത്തോളം കൽബ് ബന്ധപ്പെടുത്താൻ പറ്റുമോ വിജയിച്ചു. കൽബ് അയിമന്ന് എത്രത്തോളം ദൂരക്ക് പോകണുണ്ടോ പരാജയപ്പെട്ടു.
അള്ളാനെ വിശ്വസിച്ചാ പോരാ, മുഹമ്മദ് നബി പറഞ്ഞ അള്ളാനെ തന്നെ വിശ്വസിക്കണം. അള്ളാനെ എനിക്ക് വിശ്വാസം ഉണ്ടായിട്ട് കാര്യമില്ല. അബൂജാഹിലിനുണ്ടായിരുന്നു. മുഹമ്മദ് നബി പറഞ്ഞ അള്ളാനെ വിശ്വസിക്കണം, അതുകൊണ്ടേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അള്ളാനെ വിശ്വസിക്കണം. ആ മുഹമ്മദ് നബി അള്ളാഹുവിന്റെ ദൂതനാണ് എന്ന് വിശ്വസിക്കണം, എന്നാലേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പുണ്യ നബിയുമായി എപ്പോഴും ഖൽബിന്റെ ബന്ധം ശരിയാക്കിയിരിക്കണം. അതാണ് ഒരു മനുഷ്യന്റെ വിജയം, ദുനിയാവിലെയും വിജയം, ആഖിറത്തിലെയും വിജയം. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ശത്രുക്കൾ വെട്ടിക്കൊലപ്പെടുത്തിയ ഒരു രംഗമുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൂഫയിലേക്ക് നിശ്ചയിച്ചിരുന്ന ഗവർണറുടെ കാര്യത്തിൽ ഒരു തർക്കമുണ്ടായി. കൂഫയിലേക്ക് ഗവർണറെ നിശ്ചയിച്ചിരുന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹു. നാട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഓല ഉസ്മാൻ റളിയല്ലാഹു അൻഹു അടുക്കൽ വന്നിട്ട് പരാതി പറഞ്ഞു, ഞങ്ങളെ ഗവർണറെ മാറ്റണം എന്ന് പറഞ്ഞു. മഹാനവറുകൾ പറഞ്ഞു, മാറ്റിക്കോളാം, പക്ഷെ ഞാൻ ഒന്ന് അന്വേഷിക്കട്ടെ പറഞ്ഞു. ഓല പറഞ്ഞു, ഞങ്ങൾ അന്വേഷണമൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നിരിക്കണത്, ഇപ്പം തന്നെ മാറ്റണം, അല്ലെങ്കിൽ കമ്മിറ്റി പിരിച്ചുവിടണം എന്ന് പറഞ്ഞു. വന്ന ആൾക്കാർ അങ്ങനെയാണ്. ചില ആൾക്കാർക്ക് ഭയങ്കര വാശിക്കാരം, ഇപ്പം തന്നെ നടക്കണം എന്ന് പറഞ്ഞു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഭയങ്കര സമാധാനത്തിൻ്റെ ആളാണ്. മൂപ്പര് പെട്ടെന്നൊരു തീരുമാനം എടുക്കൂല. മൂപ്പര് പറഞ്ഞു, ഞാൻ കുറ്റാരോപിതനായ ആളെ വിളിച്ച് അന്വേഷിക്കട്ടെ, ആരോപണ വിധേയനായ ആളെ വിളിച്ച് വിചാരണ നടത്താതെ തീരുമാനം എടുക്കാൻ പറ്റൂല. മൂപ്പര് പറഞ്ഞു, വന്നോര് പറഞ്ഞു, വിചാരണക്ക് കഴിഞ്ഞിട്ടാ ഞങ്ങൾ വരുന്നത് പറഞ്ഞു. ഇനിയിപ്പോ ഒരു വിചാരണ ഒന്നും വേണ്ട, തീരുമാനം മതി പറഞ്ഞു. മൂപ്പര് പറഞ്ഞു, നടക്കൂല, തീരുമാനമാണെങ്കിൽ ചോദിക്കണം എന്ന് പറഞ്ഞു. ഇവരെന്ത് ചെയ്തു വെച്ചാല് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ എഴുത്തിന്റെ മാരത്തൊരു എഴുത്തുണ്ടാക്കി. മൂപ്പരുണ്ടാക്കും പോലെ എല്ലാ പട്ടാളക്കാർക്കും ഒരു എഴുത്ത്. 24-ാം തീയതി 5 മണിക്ക് എല്ലാവരും മദീനയിലെത്തണം. 24-ാം തീയതി 5 മണിന്ന് എൻ്റെ വക കൂട്ടിയതാണ്. അങ്ങനെ കത്തെഴുതി എല്ലാ പട്ടാളക്കാർക്കും എഴുതി വരണം തന്നെ. എന്താ പദ്ധതി? എല്ലാവരും കൂടി ഒരേ സമയത്ത് മദീനത്ത് വന്നാലേ ഒരുപാട് പട്ടാളക്കാരുണ്ടാവും. ഓലൊക്കെ വന്നിട്ട് ഓൽക്കിടയിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കിയാൽ ഓല് തമ്മ തച്ചിങ്ങാണ്ടാണ് തീർന്നോളും. ഇതാണ് പദ്ധതി. ഇത് മനസ്സിലാക്കിയ അലി റളിയല്ലാഹുവിനെ പോലെയുള്ള പ്രധാനികൾ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ അടുക്കൽ ചെന്നു. എന്നിട്ട് പറഞ്ഞു, ഉസ്മാനെ, ഞങ്ങൾ ഈ പെരൻ്റെ പിന്നിൽ കൂടി അങ്ങനെ ഒരു വഴി ഉണ്ടാക്കി തരാം നിങ്ങൾക്ക്. നിങ്ങൾ അയിക്കൂടെ കടന്നുങ്ങാണ്ട് മക്കത്ത് പോയിട്ട് നിങ്ങളെ കുടുംബക്കാരുണ്ടാവട്ടെ, ഓലെടുത്ത് സുഖമായിട്ട് ജീവിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ പോയിട്ട് കൂഫയിൽ പോയിരുന്ന് അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിൻ്റെ സഹായത്തോടു കൂടെ ഭരണം നടത്തണം എന്ന് പറഞ്ഞു അലി റളിയല്ലാഹുവിനെ പോലെയുള്ള പ്രധാനികൾ. ഉസ്മാൻ റളിയല്ലാഹുവിന് പറഞ്ഞു, അള്ളാന്റെ റസൂല് ഉറങ്ങിക്കിടക്കണ മദീന വിട്ട് പോണ പരിപാടിയില്ല. പോലാറുണ്ട്. ശത്രുക്കൾ എന്ത് ചെയ്തു അറിയോ? ഉസ്മാൻ റളിയല്ലാഹു താമസിക്കുന്ന വീടിന്റെ മതിലെടുത്ത് ചാടി. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന ഉസ്മാൻ റളിയല്ലാഹുവിനെ വെട്ടി. രക്തം വാർന്ന് ഉസ്മാൻ റളിയല്ലാഹു കിടന്നു. ഭാര്യ സ്ഥലത്തില്ലായിരുന്നു. ഭാര്യ വന്നപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു വെട്ടിക്കൊണ്ട് കിടക്കുന്നത് കണ്ടു. രക്തം ഒഴുകിക്കൊണ്ടിരിക്കുന്നു. നോമ്പുകാരനാണ് സയ്യിദുനാ ഉസ്മാൻ. മഗ്രിബ് ബാങ്കിന്റെ സമയമായപ്പോ മദീന പള്ളിയുടെ മിനാരത്തിന്റെ ഭാഗത്ത് നിന്നൊരു ശബ്ദം കേട്ടു, ഉസ്മാനേ വെള്ളം വേണോ? മുസ്തഫ നബി തങ്ങളുടെ ശബ്ദം. അള്ളാന്റെ റസൂലിന്റെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങി കുടിച്ച് നോമ്പ് തുറന്ന് വഫാത്തായി സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. നബിതങ്ങളുമായി ഖൽബിന്റെ ബന്ധമുണ്ടെങ്കിൽ അങ്ങനെയാണ്. അതാണ് ഒരു മനുഷ്യന്റെ വിജയം. റബീഉൽ അവ്വൽ അതിനാണ് പ്രചോദനമാകേണ്ടത്. എത്ര പറഞ്ഞാലും തീരൂല, എത്ര പാടിയാലും തീരൂല, തീരാത്തതാണ്. അതുകൊണ്ട് റബീഉൽ അവ്വൽ മുസ്തഫ നബിതങ്ങളെ കുറിച്ച് പഠിക്കാനുള്ളതാണ്. അവിടത്തോടുള്ള ഖൽബിന്റെ ബന്ധം സ്ഥിരപ്പെടുത്താനുള്ളതാണ്. ബദരീങ്ങളെ എന്ന് പറഞ്ഞാൽ അതിൽ ഒന്നാമത്തെ ആള് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉഹുദീങ്ങളെ എന്ന് പറഞ്ഞാൽ അതിൽ ഒന്നാമത്തെ ആള് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എല്ലാ പ്രതിസന്ധികളെയും അതിജയിക്കാൻ മുഹമ്മദ് നബിയോടുള്ള ബന്ധം കൽബിൽ ശരിയാക്കണം. ഓൻ ഈമാനോടുകൂടെ മരിക്കുള്ളൂ. അവന് തവക്കുലുണ്ടായിരിക്കും, ഉറപ്പാണ്. അവന് ഇഖ്ലാസ് ഉണ്ടാവും, ഉറപ്പാണ്. ഓൻ്റെ സ്വഭാവം നേരാവും, ഉറപ്പാണ്. പഴയ ഉമറിന്റെ സ്വഭാവമല്ല പുതിയ ഉമറിന്, ആളൊന്നാണ്. പഴയ ഉമറും പുതിയ ഉമറും ചോരൊന്നാണ്, നീരൊന്നാണ്, തൊലി ഒന്നാണ്, വലുപ്പം അത്ര തന്നെയാണ്, എല്ലാം കറക്റ്റാണ്. പക്ഷെ സ്വഭാവം രണ്ടെണ്ണാണ്. പഴയ ഉമർ മരത്തുമ്മ കയറിയിരുന്നിട്ട് പുതിയ എണ്ണം ഉണ്ടാവുമ്പോൾ തുപ്പണ ആളായിരുന്നു, കല്ലെടുത്തെറിയുന്ന ആളായിരുന്നു, ക്ഷണിക്കാതെ കല്യാണത്തിന് പോയി ചോറ് കഴിക്കുന്ന ആളായിരുന്നു പഴയ ഉമർ. പുതിയ ഉമർ ആരാ? രാത്രി വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി നടക്കുക. അപ്പോൾ ഒരു ഈത്തപ്പനത്തോട്ടത്തിൽ കുറെ ആൾക്കാരെ കാണുക.
ഓലെ എടുത്തി എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എന്തേലും കൊണ്ടുവരാനുണ്ടോ ചോദിച്ചു. ഓല് പറഞ്ഞു, വെള്ളമില്ലായിട്ട് ആകെ ഇടങ്ങാറായിട്ടുണ്ട്, തുള്ളി വെള്ളം കിട്ടിയാൽ തിരക്കടില്ല പറഞ്ഞു. മൂപ്പര് പറഞ്ഞു, ഇവിടെ കിട്ടാൻ കുറച്ച് പ്രയാസം തന്നെയാണ്, നിങ്ങളടുത്ത് തോൽപാത്രം ഉണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ട് പറഞ്ഞു. ഓല് എടുത്തു കൊടുത്തു. തോൽപാത്രമായിട്ട് മൂപ്പരാണ് പോയി. ആരാ വന്നതെന്ന് കച്ചവടക്കാർക്ക് അറിയില്ല. നേരം വെളുക്കാനായിട്ടും പോയ ആളെ കാണാനില്ല. ഉള്ള തോൽപാത്രം പോയി എന്ന് ഉറപ്പായി. വെള്ളയാണ് ഇതുവരെ ഇല്ലാതിരുന്നുള്ളൂ, തോൽപാത്രം പോയി എന്ന് ഉറപ്പായി. നേരം വെളുക്കാൻ കാലത്ത് തലയിൽ വെള്ളയേറ്റിങ്ങാണ്ട് മൂപ്പര് ഇങ്ങനെ വരുന്നുണ്ട്. ഇറക്കി വെച്ചു കൊടുത്തപ്പോൾ കച്ചവടക്കാർ പറഞ്ഞു, ഞങ്ങൾ ഇവിടെ വന്ന് താമസിച്ചതിൽ ഒരു കാരണം ഉണ്ട് പറഞ്ഞു. അതെന്താ ചോദിച്ചു. ഇത് ഉമർ ഖത്താബിന്റെ ഭരണം നടക്കുന്ന നാടാണെന്ന് അറിഞ്ഞിട്ട് വന്ന് താമസിച്ചതാണ്. ഇവിടെ താമസിച്ചാൽ ഭക്ഷണത്തിനും വെള്ളത്തിനും ഇറങ്ങാറുണ്ടാവില്ല എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ ഞങ്ങളിവിടെ വന്നൊരു തുള്ളി വെള്ളം ചായിട്ട് ആകെ അടങ്ങാറായി. ജീവൻ നിലനിന്നത് നിങ്ങൾ വന്ന് വെള്ളം കൊടുന്നതുകൊണ്ടാണ് പറഞ്ഞു പോലെ. അതുകൊണ്ട് ഞങ്ങൾ നേരം വെളുത്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ടേ പോകുള്ളൂ. ഞങ്ങൾ രാവിലെ ഉമറിനെ ഒന്ന് കാണുന്നുണ്ട്, മൂപ്പരോട് ഈ വിവരം പറഞ്ഞിട്ടേ പോകുള്ളൂ പറഞ്ഞു. ആയിക്കോട്ടെ, നിങ്ങൾ എന്നിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു മൂപ്പര്. അകത്തിന് പോയാൽ മതി പറഞ്ഞു. നേരം വെളുത്ത് സുബഹിക്കരിച്ചാൻ വേണ്ടി പള്ളിക്കൊക്കെ പോയപ്പോൾ വിരുന്ന് പോകുമ്പോഴുന്ന വലിയൊരു കുപ്പായ ഉണ്ടായിരുന്നു, എടുത്താണ്ട് മേത്ത് കൂടെ ഇട്ടു. സുബഹിസ്കാരം കഴിഞ്ഞിട്ട് ചെരുവിൽ ഇങ്ങനെ ഇരുന്നപ്പോൾ കച്ചവടക്കാർ വന്നിട്ട് 4 ഡയലോഗ് ഉമറിന്റെ നാടാണെന്ന് കേട്ടിട്ട് ഞങ്ങളാ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് തുള്ളി വെള്ളം കൊടുക്കുന്നതുകൊണ്ട് ഇപ്പൊ ജീവൻ നിലനിൽക്കുന്നുണ്ട് പറഞ്ഞു. ഫോട്ടോ എടുക്കലും സെൽഫി എടുക്കലും ഫേസ്ബുക്കിലിടലൊക്കെ അവിടെ നിൽക്കട്ടെ, ഏറ്റവും ചുരുങ്ങിയത് ആ ഉമർ ഞാനാണ്, എനിക്ക് നിങ്ങൾ ദോരക്കൊണ്ടുവന്നേലും പറയണ്ടേ, അതും പറഞ്ഞില്ല എന്നുള്ളതാണ് ഉമറിന്റെ മാറ്റം. ആ പഴയ ഉമറിൽ നിന്ന് പുതിയ ഉമറിലേക്കുള്ള മാറ്റേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഖൽബിന്റെ ബന്ധം ശരിയായപ്പോൾ ഉണ്ടായതാണ്. ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹുവിന്റെ കിതാബ് ശിഫയുടെ മുഖദ്ദിമയിൽ പറയുന്നുണ്ട്, ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞു, മുസ്തഫായ നബിയേ, എന്റെ വാപ്പ ഖത്താബ് ഇസ്ലാമിലേക്ക് വരുന്നതിനേക്കാൾ നിങ്ങളുടെ എളാപ്പ അബൂ താലിബ് ഇസ്ലാമിലേക്ക് വരുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നബിയേ. നബി തങ്ങൾ ചോദിച്ചു, എന്താ പനക്ക് എൻ്റെ വാപ്പ വരുന്നതിനേക്കാൾ എൻ്റെ എളാപ്പ വരുന്നത് ഇത്ര വലിയ ഇഷ്ടം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അതല്ല നിങ്ങൾക്ക് തോനെ ഇഷ്ടമാകുക എന്ന് ചോദിച്ചു. ആന്ന് പറഞ്ഞു. എന്നാൽ അതന്നെയാണ് എനിക്കും ഇഷ്ടം എന്ന് പറഞ്ഞു. മക്കം ഫത്തഹിന്റെ സമയത്താണ് സിദ്ദീഖുൽ അക്ബറിന്റെ വാപ്പ മുസ്ലിമാണത്, അബൂ ഖുഹാഫ ഉസ്മാൻ എന്നായിരുന്നു മഹാനവറുകളുടെ പേര്. മക്കം ഫത്തഹിന്റെ സമയത്താണ്. മക്കം ഫത്തഹ് നടക്കുകയാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു വാപ്പാനെ തെരഞ്ഞുപോയി. വയസ്സായിട്ടുണ്ട്, നീക്കാൻ വയ്യ, തടിയൊക്കെ മെലിഞ്ഞിട്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്നെ മെലിഞ്ഞ ഒരാളാണ്, വാപ്പ അതിനേക്കാളും മെലിഞ്ഞ ആളായിരുന്നു. തടി മെലിഞ്ഞ് തീരെ ആരോഗ്യമില്ലാതെ അവശനാണ്. വാപ്പാന്റെ കയ്യും പിടിച്ചിട്ട് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ ഹദറത്തിലേക്ക് ഇങ്ങനെ വന്നപ്പോൾ പുന്നാര നബി തങ്ങൾ ചോദിച്ചു, അബൂബക്കറെ അനക്കൊന്ന് വിവരം പറഞ്ഞാൽ മതിയായിരുന്നില്ലേ, ഞമ്മക്ക് അങ്ങോട്ട് പോകായിരുന്നല്ലോ. ഏതായാലും കൈ ഒടിച്ച് ബയ്യത്ത് ചെയ്ത് ഷഹാദത്ത് കലിമ ചൊല്ലിയേക്കിനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞു. നബി തങ്ങൾ ചോദിച്ചു, എന്തേ അബൂബക്കറെ നിങ്ങൾ കരയണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, പൊന്നാര നബിയെ, എൻ്റെ വാപ്പ മുസ്ലിമായ സ്ഥാനത്ത് ഇങ്ങളെ എളാപ്പായിരുന്നു ഈ വന്നതെങ്കിൽ എത്ര സന്തോഷം ഉണ്ടാകുമായിരുന്നു. അതുകൊണ്ട് എൻ്റെ വാപ്പാന്റെ സ്ഥലത്ത് നിങ്ങൾ എളാപ്പായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ട് കരഞ്ഞു പോയതാണ് എന്ന് പറഞ്ഞു സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു. മുസ്തഫായ നബി തങ്ങളോടുള്ള ഖൽബിന്റെ ബന്ധത്തിന്റെ മേലെ പോണ ഒരു വാപ്പിയില്ല, ഒരു ഉമ്മിയില്ല, ഒരു കച്ചവടമില്ല, ഒരു പെരയില്ല, ഒരു മുതലുമില്ല. ഖുർആൻ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. എല്ലാറ്റിനേക്കാളും നബി തങ്ങൾ മേലെയാകുമ്പോഴാണ് വിജയിക്കുക. പെരപ്പണി കഴിഞ്ഞു, ടൈൽസൊക്കെ ഇട്ടു, ഫർണിച്ചറൊക്കെ വാങ്ങി, ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്തു, AC ഒക്കെ വെച്ചു. കുടിയിരിക്കൽ എല്ലാവരോടും പറഞ്ഞു, നാളെ നേരം വെക്കുമ്പോൾ കുടിയിരിക്കലാണ്. ഏറ്റവും അടുത്ത ചെങ്ങായിമാരോടൊക്കെ ഒന്ന് വന്നു നോക്കാൻ പറഞ്ഞു. ഇനി എന്തേലും കുറവുണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞോളി, നാളെ നേരം വെളുത്തിട്ട് പറയാൻ നിൽക്കരുത് എന്നൊക്കെ പറഞ്ഞു. ബിരിയാണി വെക്കാൻ ആളെ ഏൽപ്പിച്ചിട്ടുണ്ട്, 5-6 ഐറ്റം ഭക്ഷണം റെഡിയാണ്, പ്രധാനികളോടൊക്കെ വരാൻ പറഞ്ഞിട്ടുണ്ട്. അന്ന് രാത്രി നേരം വെളുക്കാൻ കാലത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു എന്ന് വിചാരിച്ചോളി. ആ ചാവിന് കാട്ടിക്ക എനിക്കൊരാവശ്യമുണ്ട് എന്ന് പറഞ്ഞാൽ കൊടുക്കൂലേ? കൊടുക്കും നിങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീട് ഉദാഹരണം പറഞ്ഞിട്ടുള്ളത്. ആ സ്ഥാനത്ത് ഭാര്യയെയും മക്കളെയും വാപ്പാനെയും ഉമ്മാനെയും സങ്കല്പിച്ചിട്ട് കൊടുക്കുമെന്ന് പറയും. അങ്ങനെ പറയാൻ തയ്യാറാവുമ്പോൾ നിങ്ങളുടെ കൽബിന് അല്ലെങ്കിൽ എൻ്റെ കൽബിന് ഇതിനേക്കാൾ കൂടുതലായി മുഹമ്മദ് നബിയോട് താല്പര്യമുണ്ട് എന്ന് വരും. അതന്നെയാണ് സംഗതി അറിഞ്ഞത്. അങ്ങനെ ഒരാൾക്ക് എന്നാകുന്നുവോ അവനാണ് സമ്പൂർണ്ണ മുഅ്മിൻ എന്ന് പറയുന്നത്. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. സർവസ്വത്തേക്കാളും മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടായിരിക്കണം മുഅ്മിനീങ്ങൾക്ക് ഖൽബിന്റെ ബന്ധം. ഏത് പ്രതിസന്ധിയെയും അഭിമുഖീകരിക്കാൻ നമുക്ക് കഴിയും.